Welcome back to a new video lecture, and in this lecture we discuss a new topic, that is plate tectonics. And in this lecture we discuss about the concept of plate tectonics in very detail. So let us go through the portion, that is the lithosphere, that is the outer brittle layer 150 to 200 kilometer depth is actually divided into several blocks or slabs or rigid plates. ഓക്കെ, ഒരു നമ്മുടെ എർത്ത് ക്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എർത്തിൻ്റെ തന്നെ ഒരു ലെയറിൻ്റെ കേസാണ് പറയുന്നത് ലിത്തോസ്ഫിയർ എന്നും പറഞ്ഞു. വിത്ത് ഹെൽപ്പ് ഓഫ് ഡയഗ്രം ഐ വിൽ എക്സ്പ്ലെയിൻ ലേറ്റർ. സോ നിങ്ങൾ ടേംസ് ഒന്ന് മനസ്സിൽ വെച്ചോളുക. ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ആ ഒരു ലെയറിനെ നമ്മൾ ഡിഫറെൻറ്റ് ബ്ലോക്സ് അല്ലെങ്കിൽ റിജിഡ് പ്ലേറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓൾസോ പ്ലീസ് ചെക്ക് ഔട്ട്. The tectonic plates are floating on the layer called asthenosphere, that is hot plastic flexible part of upper mantle. Okay, now we will check out through the diagram. So this is the layer, the floating lithospheric plates. So here you can observe the core portion is here, then mantle, then the outside portion there you can observe this asthenosphere ആൻഡ് ഓൾസോ ദ ലിത്തോസ്ഫിയർ. നമുക്ക് രണ്ട് റീജിയൻസും കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ലിത്തോസ്ഫിയറും അതുപോലെ തന്നെ അതായത് മാൻഡലിൻ്റെ പുറത്തുള്ള റീജിയനാണ് ഈ പറയുന്നത്. മാൻഡലിൻ്റെ പുറത്തുള്ള റീജിയനാണ് ഈ എസ്നോസ്ഫിയറും ലിത്തോസ്ഫിയറും. അപ്പം ഇതിൻ്റെ ഒരു കേസ് അല്ലെങ്കിൽ ഇതിൻ്റെ വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ യു ക്യാൻ ഒബ്സർവ് they have been and are even now in the process of gradual shifting with respect to each other, especially along and at the plate boundaries. Here also the shifting procedure തന്നെയാണ്, അതായത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാജുവൽ ആയിട്ട് ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങളാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. നമ്മൾ ഇലാസ്റ്റിക് റീബൗണ്ട് തിയറി കണ്ടതുപോലെ തന്നെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, ഒരു ഗ്രാജുവൽ ഷിഫ്റ്റുകൾ സംഭവിക്കുന്നു. ഈ ഡിഫറെൻറ്റ് പ്ലേറ്റ്സസ് ഓൾറെഡി പറഞ്ഞു ഡിഫറെൻറ്റ് ബ്ലോക്സസും സ്ലാബ്സസ് ഒക്കെ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിലും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പ്ലേറ്റ്സസ് ഒക്കെ ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു എഫക്റ്റ് കൊണ്ടാണ് ഈ പറയുന്ന എർത്ത് വേക്ക് എന്ന് പറയുന്ന ഒരു ഫിനോമിന ഹാപ്പൻ ചെയ്യുന്നതാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വർക്കൗട്ട് ചെയ്യുന്നത്. സോ ഹിയർ യു ക്യാൻ ഒബ്സർവ് ഡിഫറെൻറ്റ് മേജർ പ്ലേറ്റ്സ് ആൻഡ് മൈനർ പ്ലേറ്റ്സ്. ദ പ്ലേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് continents, oceans or both. So the major plates and this minor plates, that is Pacific plate, North American plate, all those names are here. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് നമുക്ക് കോണ്ടിനെൻറ്റ്സും ഓഷ്യൻസ് ഒക്കെ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ദെൻ മൈനർ പ്ലേറ്റ്സ് അറേബ്യൻ പ്ലേറ്റ്, ഫിലിപ്പീൻ പ്ലേറ്റ്, കരേബിയൻ, ലൈക്ക് ഓൾ ദോസ് നെയിംസ് ആർ ദിയർ. ഓക്കെ, ഈ പേരുകൾ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചോളുക. ഓക്കെ, ദെൻ വി ക്യാൻ ക്ലാസിഫൈ ദം ഓൾ. ഈ ഇതിൻ്റെ ഒരു ആക്ഷൻസ്, ഈ പ്ലേറ്റിൻ്റെ ആക്ഷൻസ് ഹാപ്പൻ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ദ പ്ലേറ്റ്സ് അണ്ടർഗോ ഡ്രിഫ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ അഡ്ജോയിങ് പ്ലേറ്റ്സ് അലോങ് ദ പ്ലേറ്റ് ബൗണ്ടറീസ്. അതായത് ഈ പ്ലേറ്റുകൾ, ഇപ്പോൾ രണ്ട് പ്ലേറ്റുകൾ ഉണ്ടെന്ന് കരുതിക്കൂടുക. ഓക്കെ, രണ്ട് പ്ലേറ്റുകൾ അതിൻ്റെ ഒരു ഫിക്സഡ് ബൗണ്ടറീസ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റിനായിട്ടുള്ള ഒരു ബൗണ്ടറീസിൽ ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങൾ സംഭവിക്കുന്നു. അഡ്ജോയിനിങ് പ്ലേറ്റ്സ് അലോങ്. അപ്പം പ്ലേറ്റ്സ് അണ്ടർഗോ ഡ്രിഫ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ അഡ്ജോയിനിങ് പ്ലേറ്റ്സ് along the boundaries. So you can classify them into three boundaries, that is divergent, convergent and transform boundaries. We will discuss all those things in very detail. That is first one, divergent case. The two adjoining plates are the process of pulling away from each other. Okay, pulling away means diverge as the name indicates. രണ്ട് വഴിക്കാണ് പോകാൻ പോകുന്നത്. അതിനൊരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത് നോർത്ത് അമേരിക്കൻ ടുവേർഡ്സ് സൗത്ത് വെസ്റ്റ് വേഴ്സസ് യൂറേഷ്യൻ സൗത്ത് ഈസ്റ്റ് പ്ലേറ്റ്സ്. ഇത് ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കൺവെർജൻ്റ് ബൗണ്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു അഡ്ജോയിനിങ് പ്ലേറ്റ്സസ് ആർ ക്ലോസിങ് ഓൺ ഈച്ച് അതർ. രണ്ടും കൺവേർജ് ചെയ്യുകയാണ്, രണ്ടും കൂടി ഒരുമിക്കുന്ന ഒരവസ്ഥ. ഇനി ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരു സ്ലൈഡായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങൾ സംഭവിക്കുന്നു. Adjoining boundaries just slide past each other in a horizontal direction. Then an example, San Andreas fault. So these are the cases. Different boundaries ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. Now we'll discuss. So already mentioned those 12 plates. Then
നമുക്ക് ഒന്ന് നോക്കിക്കാണാൻ സാധിക്കും. അതായത് നമ്മൾ പണ്ട് ജോഗ്രഫിയിൽ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു മാപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോ റീജിയൻസ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു റെഡ് സ്പോട്ട്, അതായത് വോൾക്കാനിക് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഹോട്ട് സ്പോട്ട് നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരുപാടധികം പോർഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്, കാണിച്ചിട്ടുണ്ട് റെഡ് സ്പോട്ട്സ്. അതുപോലെ കൺവേർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറീസ് ഈ ഒരു ഡയറക്ഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. കൺവേർജൻറ്റ് ബൗണ്ടറീസ് ആണ്. ദെൻ ഡൈവർജൻറ്റ് കാണിച്ചിരിക്കുന്നത് നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് എ ലൈൻ മാത്രം നമുക്കിവിടെ ഒബ്സർവ് ചെയ്താൽ certain lines are provided only. Then transform plate boundary കേസ് നോക്കിക്കഴിഞ്ഞാലും red lines, some very small portions are there. Then this arrow represents the direction of plate movement. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജോഗ്രഫിക്കൽ മാപ്സ് കാര്യങ്ങൾ ഇപ്പോൾ ഡിഫറെൻറ്റ് പ്ലേറ്റ്സസ് കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. അത് കോണ്ടിനെൻസും ഓഷ്യൻസിൻ്റെ ഒക്കെ ബേസിലാണ്. അപ്പോൾ അതിനകത്തൊരു മൂവ്മെൻറ്റ് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിനെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ പ്ലേറ്റ് ബൗണ്ടറീസ് ഓൾറെഡി ബി മെൻഷൻ ദോസ് ടേംസ് ഇസ് ഡൈവേർജിങ്, കൺവേർജിങ് ആൻഡ് ട്രാൻസ്ഫോം ബൗണ്ടറീസ്. ഓക്കെ, ഡൈവേർജിങ് എക്സാമ്പിളാണ് നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ അതിന് എക്സാമ്പിളാണ് നോർത്ത് അമേരിക്കൻ വേഴ്സസ് യൂറേഷ്യൻ പ്ലേറ്റ്സസ്. രണ്ടും രണ്ട് ഡയറക്ഷനിലേക്ക് പോകുന്നു. ഓക്കെ, അതാണ് ഡൈവേർജൻറ്റിൻ്റെ ഒരു കണ്ടീഷൻ. രണ്ടും രണ്ട് ഡയറക്ഷനിലേക്ക് മാറിപ്പോകുന്നൊരവസ്ഥ. ഇനി കൺവേർജൻ്റ് കേസ് നോക്കിക്കഴിഞ്ഞാൽ ടു അഡ്ജോയിനിങ് പ്ലേറ്റ്സ് ക്ലോസ് ഇൻ ഈച്ച് അതറിന് ഓപ്പോസിറ്റ് ആൻഡ് കൊളൈഡ്. രണ്ട് പ്ലേറ്റ്സസ് ഒരുമിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ കൺവേർജ് ചെയ്യുന്നൊരവസ്ഥയാണ് കൺവേർജൻ്റ് ബൗണ്ടറീസ് അല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതിനകത്ത് സംഭവിക്കുന്ന കേസ് ഇതാണ്. ദ ഹെവിയർ ഓഷ്യനിക് പ്ലേറ്റ് സബ്ഡക്ട്സ് അണ്ടർ ദ ലൈറ്റർ കോണ്ടിനെൻ്റൽ പ്ലേറ്റ്. അതായത് ഒന്ന് മറ്റൊന്നിൻ്റെ മുകളിലായിരിക്കും വരുന്നത്. അതാണ് സബ്ഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഒരു പ്ലേറ്റ് മറ്റൊന്നിൻ്റെ മുകളിൽ വന്നിരിക്കുന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് ദ ലോങ് നാരോ ആൻഡ് ഡീപ്പ് ട്രെഞ്ചസ് ഡെവലപ്പ് എലോങ് ദ സബ്ഡക്റ്റിംഗ് ബൗണ്ടറീസസ്. അതായത് അവിടെ ഒരു വളരെ ഡെപ്തിലായിട്ട് എക്സ്കവേഷൻ പോലെ അല്ലെങ്കിൽ ട്രെഞ്ചസ് പോലെയോ ഒരു വലിയൊരു കുഴി കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് പ്ലേറ്റ്സസ് കാര്യങ്ങൾ കൺവേർജ് ചെയ്യുന്നതാണ്. ഓഷ്യൻ പ്ലേറ്റ് വിത്ത് കോണ്ടിനെൻ്റൽ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു കേസിൽ ട്രെഞ്ചസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു കേസാണ് ഈ പറയുന്ന കൺവേർജൻ്റ് ബൗണ്ടറിയുടെ ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ അതിനൊരു ഡയഗ്രമാറ്റിക്കൽ എക്സ്പ്ലനേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ട്രെഞ്ചസ് ഡെവലപ്പ് ചെയ്യുന്നു കൺവേർജ് ചെയ്യുന്ന കേസിൽ. മെയിൻ റീസൺ ഈസ് ദ കോസ് ഓഫ് കൺവേർജൻസ് ഓഫ് ടു ഓഷ്യനിക് പ്ലേറ്റ്സ് ഇസ് ദ വൺ ഈസ് ദ സബ്ഡക്ഷൻ ഇസ് ദ പ്രിൻസിപ്പൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുന്നു, ഒരു പ്ലേറ്റിൻ്റെ മുകളിലേക്ക് മറ്റൊന്ന് വന്നിരിക്കുന്നു. ദ ഡെൻസർ ഓഫ് ദ ടു പ്ലേറ്റ് സബ്ഡക്റ്റ്, ഏതാണോ ഡെൻസർ അതായിരിക്കും സബ്ഡക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു റിസൾട്ടാണ്, എൻഡ് റിസൾട്ടാണ് ഡീപ്പ് ട്രെഞ്ചസ്, വളരെ വലിയൊരു കുഴികൾ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. മറീന ട്രെഞ്ച് ആണ് ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ട്രാൻസ്ഫോം ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്ലേറ്റ്സസ് ഒരേ സൈഡിലേക്ക്, രണ്ട് സൈഡിലേക്ക് ഇതേപോലെ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും, ട്രാൻസ്ഫോം ചെയ്യുന്നൊരവസ്ഥ. ഇതാണ് ട്രാൻസ്ഫോം ബൗണ്ടറിയുടെ കേസ്. ഇത് മൂന്നെണ്ണമാണ് നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കേസ്. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ശ്രദ്ധിക്കേണ്ട കേസാണ് പറഞ്ഞത്. ദെൻ ദ പ്ലേറ്റ് ടെക്ടോണിക്സ് ആൻഡ് എർത്ത് കേസും കൂടെ പറയാം. ദ എർത്ത് വേക്സ് ഓക്കർ അലോങ് ദ ബൗണ്ടറീസ് ഓഫ് പ്ലേറ്റ്സ് മൂവിങ് അപ്പ്. ഈ പ്ലേറ്റ്സസ് മൂവ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന എർത്ത് വേക്ക് എന്ന് പറയുന്ന ഫിനോമിന ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. ദ ഷാലോ എർത്ത് വേക്ക് form belts along boundaries of plates moving past each other. Then deep focus and intermediate earthquake occur in very few locations. അതായത് നമുക്ക് ഷാലോ, ഡീപ്പ്, ഇൻ്റർമീഡിയറ്റ് എന്ന് നമുക്ക് എർത്ത് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീപ്പും അതുപോലെ ഇൻ്റർമീഡിയറ്റിൻ്റെയും കേസ് ഡെവലപ്പ് ചെയ്യുന്നത് വളരെ കുറച്ച് ലൊക്കേഷനിലാണ്. എന്നിരുന്നാലും നമ്മുടെ ഷാലോ എർത്ത് വേക്ക് ഈ ബൗണ്ടറീസ് ഓഫ് പ്ലേറ്റ്സിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഫോം ചെയ്യുന്നത്. ഇനി നമ്മൾ കണ്ടിരിക്കുന്ന പോലെ തന്നെ ഡൈവേർജൻറ്റും അതുപോലെ തന്നെ കൺവേർജൻറ്റും കേസ് നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ട്സ് ഇൻ റൈസ് ഓഫ് മോൾട്ടൺ മെറ്റീരിയൽ ഫ്രം ദ ഇന്റീരിയർ ഓഫ് ദ എർത്ത് ക്രിയേറ്റിംഗ് ദ സബ്ഓഷ്യനിക് റിഡ്ജസ് ആൻഡ് ആഡിങ് ടു ദ ക്രസ്റ്റ് വോൾക്കാൻസ് ഇനഫ് ടു കോസ് ഷേക്കിംഗ്. ഡൈവേർജൻറ്റ് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. രണ്ട് പ്ലേറ്റ്സസ് കാര്യങ്ങൾ ഡൈവേർജ് ചെയ്തു പോകുന്ന കേസാണ്. ഈ പറയുന്ന വോൾക്കാനിസത്തിൻ്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ഷനാണ് ഫൈനൽ റിസൾട്ടാണ്. വോൾക്കാനിക് ഇറപ്ഷൻസിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് ഇതിനകത്തേക്ക് ലീഡ് ചെയ്യുന്നത്. ഈ എല്ലാ കേസിൽ നമ്മൾ കാണുന്നതാണ്. ദെൻ കൺവേർജൻ്റ് കേസ് നോക്കിയാൽ എർത്ത് വേക്ക് വിൽ ബി കോസ് ഡ്യൂ ടു സബ്ഡക്ഷൻ ഓഫ് വൺ പ്ലേറ്റ് അണ്ടർ ദ അനദർ പ്ലേറ്റ് ഡ്യൂറിങ് കൊളൈഡിങ് ഓൺ ടു കോണ്ടിനെൻ്റൽ പ്ലേറ്റ്സ്.
അതായത് രണ്ട് പ്ലേറ്റ്സസ് തമ്മിൽ കൊളൈഡ് മീൻസ് ഒന്നിൻ്റെ മുകളിൽ സബ്ഡക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്നിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ട്രെഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എർത്ത് വേക്കിൻ്റെ ഒറിജിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കേസിൽ നമുക്ക് ഡിഫറെൻറ്റ് പ്ലേറ്റ്സസ് ഉണ്ട്. ലിത്തോസ്പിയർ, എക്സ്റ്റോസ്പിയറിൻ്റെ രണ്ട് കോൺസെപ്റ്റിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് പ്ലേറ്റ്സസ് കാര്യങ്ങളുണ്ട്. മേജർ പ്ലേറ്റ്സും മൈനർ പ്ലേറ്റ്സും ഉണ്ട്. പിന്നെ നമ്മൾ കണ്ടത് ഡൈവർജൻറ്റ്, കൺവേർജൻറ്റ്, ദെൻ ട്രാൻസ്ഫോം ബൗണ്ടറീസ്. ഈ 3 ബൗണ്ടറിയും ഉണ്ട്. അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാമ്പിൾസും ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ ഈ പറഞ്ഞ ഡയഗ്രമാറ്റിക്കൽ ഒരു എക്സാമ്പിളോ കാര്യങ്ങളോ ഒന്ന് വരയ്ക്കാനും കൂടെ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് ടെക്ടോണിക്സ് കോൺസെപ്റ്റ് വിൽ ഗിവ് യു ആൻ ഐഡിയ അബൌട്ട് ദ ഒറിജിൻ ഓഫ് എർത്ത് വേക്ക് ഇൻ വെരി ഡീറ്റെയിൽ. Okay, so I hope the section clear, and we'll see in the next section. Thank you.